സമയം നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് നമ്മുടെ നിയോഗ പ്രാർത്ഥന നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഈ ലോകം മുഴുവനും ഈശോയെ സമാധാനമില്ലാത്ത അവസ്ഥകളെയൊക്കെ സമർപ്പിച്ച് കർത്താവേ ഞങ്ങൾ നിയോഗ പ്രാർത്ഥന നടത്തുന്നു. ഈശോയെ ഞങ്ങളോട് കരുണയാകണമേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ ഈശോയെ, അവിടുന്ന് പറയുകയാണ്, എൻ്റെ പിതാവ് ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ കഴിയുകയില്ല. കർത്താവെ, ഞങ്ങൾ ഇന്ന് ഈ പ്രഭാതത്ത് അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഒരുപിടി നിയോഗങ്ങളുമായിട്ടാണ് അങ്ങയുടെ മുമ്പിലായിരിക്കുന്നത്. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റെടുക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഈ ആലയത്തിൽ നടക്കുന്ന ദിവ്യബലിയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ബലിയർപ്പിക്കാനായി നീ കൂട്ടിക്കൊണ്ടുവന്ന, നീ പ്രത്യേകം തിരഞ്ഞെടുത്ത അച്ഛനെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കലും മറക്കാത്തൊരു ബലിയാക്കി നീ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ഒത്തിരി കണ്ണുനീരായിരിക്കുന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ ഞങ്ങളുടെ ആലയത്തിൽ. കർത്താവെ, ആ കണ്ണുനീരിൻ്റെ ഉത്തരം ഇന്ന് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ, ഞങ്ങൾക്ക് കർത്താവെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എൻ്റെ അപ്പൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ബോധ്യം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അതിൻ്റെ അകക്കണ്ണുകൾ തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ, യുഗാന്ത്യങ്ങളോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിങ്ങളുടെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് ഇന്നും കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ദിവ്യബലി മുടങ്ങാതെ ഞങ്ങളുടെ ആലയത്തിൽ കടന്നു വരുവാൻ കർത്താവെ, എന്ത് ഭാരമുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അല്ല എൻ്റെ ജീവിതം മുമ്പോട്ട് നീങ്ങുന്നത്. പക്ഷേ കർത്താവെ, അങ്ങയുടെ സന്നിധിയിലായിരുന്നാൽ എൻ്റെ എല്ലാ വിഷമവും മാറും, സങ്കടങ്ങൾ മാറുമെന്നുള്ള ഒരു ബോധ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ഞങ്ങളെല്ലാ കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെ എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പ, അവരുടെ പഠന മേഖലകളെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചിട്ട് നിൽക്കുന്നവരുണ്ട് അപ്പച്ച, ജോലി മേഖല തേടുന്നവരുണ്ട്. ആ മേഖലകളിലെല്ലാം എൻ്റെ കർത്താവ് നടന്നു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ ഏറ്റെടുക്കണമേ. യെശയ്യാ 41:14-13 പറയുന്നത്, നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുകയാണ്, ഞാനാണ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട. അപ്പോൾ ഈ ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ, ഇന്ന് എല്ലാവരും അങ്ങ് കൂട്ടിക്കൊണ്ട് വരണം. ഈ ആലയത്തിൽ മടുപ്പ് കാണിക്കുന്നവരുണ്ട് കർത്താവേ, ഓരോരോ ആവശ്യങ്ങൾ കണ്ടെത്തുന്നവരുണ്ട് കർത്താവ്. അതല്ല, എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ പോയിട്ട് കർത്താവ് എൻ്റെ കാര്യങ്ങൾ നിറവേറ്റാൻ പോകാന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി ആയിരിക്കുക. അപ്പോൾ ആ ഒരു ബോധ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവെ, പ്രത്യേകിച്ച് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ, പക്ഷേ ഞങ്ങളുടെ നിയോഗം നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു ബോധ്യം അവർക്ക് കൊടുക്കുവാൻ കർത്താവെ, എൻ്റെ ദൈവസന്നിധിയിലായിരുന്നാൽ എന്നായിരുന്നാലും എൻ്റെ ആഗ്രഹങ്ങൾ നടത്തി തരുന്ന ഒരു അപ്പൻ്റെ മുമ്പേ ആണല്ലോ എന്നുള്ള ആ ഒരു ബോധ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ. ജോലി മേഖലകൾ, പഠന മേഖലകൾ കർത്താവെ ഈശോയെ നീ ഏറ്റെടുക്കണമേ. ഭവനത്തിൻ്റെ പണികൾ കർത്താവെ, വിവാഹം നടക്കാത്ത മേഖലകൾ ഈശോയെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, കർത്താവെ, സങ്കടങ്ങൾ, കുടുംബ പ്രാർത്ഥനകൾ മുടങ്ങിക്കിടക്കുന്ന മേഖലകൾ കർത്താവെ എല്ലാം നീ പുനരാരംഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒരു പുതിയ വെളിച്ചം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 22-23 പറയുന്നത്, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണെന്നാണ്. അപ്പം ആ ഉന്നതത്തിലേക്ക് ഞങ്ങൾക്ക് നോക്കാനുള്ള ഞങ്ങളുടെ അകക്കണ്ണ് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കർത്താവെ, ഞങ്ങളെ കർത്താവെ കുടുംബങ്ങളിൽ അത് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. എല്ലാവർക്കും ഇരുകരങ്ങൾ സ്വർഗത്തിൽ ഉയർത്തി സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ശക്തിയോടെ ഈശോയെ സഹായിക്കണമേ. നമുക്കെല്ലാവർക്കും മുട്ടിൽമേൽ നിന്നും കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഇതാ ലോകത്തെ സൃഷ്ടിച്ചവൻ, സർവ്വതും സൃഷ്ടിച്ചവൻ നമ്മളെ അനുഗ്രഹിക്കുവാനായി ഇതാ കടന്നു വരുന്നു. ആ ദൈവത്തെ നമുക്ക് മുട്ടിൽമേൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. യേശുവേ ആരാധന 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 ആരാധന, യേശുവേ യേശുവേ ആരാധന, യേശുവേ ആരാധന ഭൂവാകെ നാമിക്കും നിന്നെ, എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീ, മൃതൻ ഉയർപ്പും നീ തന്നെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങൾ അനുഗ്രഹിച്ച സഹായിച്ച പരിശുദ്ധ പരമാദിവ്യ കാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ വേദനകളെ, നൊമ്പരങ്ങളെ, നിയോഗങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിച്ച പരിശുദ്ധ പരമാദിവ്യ കാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ
ചാരുന്നു ഞാൻ.